ഹലോ, ഇതെൻ്റെ ഫസ്റ്റ് സ്റ്റഡി വ്ളോഗാണേ. ഞാനിപ്പോൾ കറൻ്റ്ലി ഒരു ഫുൾ ടൈം PSC ആസ്പിറൻ്റാണ്. നിങ്ങളാരെങ്കിലും 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എഴുതിയായിരുന്നോ? ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഞാനിപ്പം 10th പ്രിലിംസിന് വേണ്ടിയാണ് പഠിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു സൺഡേ ആയിരുന്നു. സൺഡേസിൽ പൊതുവേ ഞാൻ റിവിഷനാണ് ചെയ്യാറ്. ഇന്ന് പക്ഷെ തുടങ്ങിയപ്പോൾ കുറേ അധികം ലേറ്റായി. ഇന്ന് ശരിക്കും ഒരു നൈറ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ റിവിഷൻ ചെയ്യാൻ. അപ്പോൾ ചുമ്മാ തോന്നിയതാണ് ഒരു വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ റിവിഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് വൊക്കാസ്പീഡിയയുടെ ടോപ്പിക് വൈസ് PYQ ആണേ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, 3 വോളിയം ഉണ്ട്. ഞാൻ പൊതുവേ റിവൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീക്കെൻഡ്സിൽ റിവൈസ് ചെയ്യുന്നത് പഠിച്ച ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക ചെയ്യുന്നത്. നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? എനിക്കിപ്പം 25 വയസ്സുണ്ടേ. പക്ഷെ കരിയർ വൈസ് ഞാൻ ഇപ്പോഴും ഒരു ബിഗ് സീറോ. ഞാൻ ഡിഗ്രിയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ BEd, DLEd, PG ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വയസ്സ് 25ആയി. പലരും ചോദിക്കുന്നത് ജോലിയായില്ലേ എന്നാണ്. ഈ ചോദ്യം കേൾക്കുമ്പോഴാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു കോൺഫിഡൻസ് പോകുന്നത്. അല്ലാത്തപ്പോൾ ഞാൻ എൻ്റെ എഡ്യൂക്കേഷനിൽ ഞാൻ നല്ല കോൺഫിഡൻ്റാണ്. പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കേൾക്കുമ്പം ആ കോൺഫിഡൻസ് എവിടെയോ പോവുക. ബിക്കോസ് നമുക്കറിയാം, ഡിഗ്രി ആയാലും BEd ആയാലും DLEd ആയാലും PG ആയാലും പിന്നെ KTET ആയാലും ഇതൊക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഈ ഫീൽഡ് എടുത്തവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എല്ലാ വിദ്യാഭ്യാസ മേഖലകൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടെന്നേ. പിന്നെ ചിലർ പറയും, പിന്നെ കുറച്ച് പീക്കിരി പിള്ളേരെ പഠിപ്പിക്കുന്നതാണോ ഇത്ര പാടെന്ന്. അവരോടൊക്കെ നമ്മൾ എന്ത് പറയാനല്ലേ? നിങ്ങളിലെ ആരെങ്കിലുമൊക്കെ ടീച്ചിങ് കോഴ്സ് എടുത്തിട്ടുണ്ടോ? അങ്ങനെ ടീച്ചിങ് കോഴ്സ് എടുത്തവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. പറഞ്ഞ് നമ്മൾ കുറേ ഇങ്ങായി. ഞാൻ ഈ വീക്ക് അധികമൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് പനിയും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അധികമൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ വീക്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ദേശീയ ചിഹ്നങ്ങൾ, INC, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ, അതുപോലെ തന്നെ സ്കൂൾ ടെക്സ്റ്റിലെ അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും, ഇങ്ങനെ വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഞാൻ റിവിഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാമല്ലോ, ഞാനൊരു 30 മിനിറ്റിൻ്റെ ടൈമർ വെച്ചിട്ടാണ് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.